ജാള്യതയുടെ വിഷയമില്ല. നിങ്ങൾ ചോദിച്ച സ്റ്റേറ്റ്മെന്റിൽ കളിച്ചു എന്ന് പറയുന്നത് എന്താണ് ജാള്യത? അതിനകത്ത് എന്താ ജാള്യത? എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? കളിച്ചു, എന്താ സെക്സ് ചെയ്തു എന്നുള്ള കാര്യം. സെക്സ് ചെയ്തു, അത് എനിക്ക് ഈ ചാനലിന്റെ മുമ്പിൽ ഞാൻ ആങ്കർ ആണ്, ഞാൻ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രയോറിറ്റിയാണ്, എനിക്ക് അത് ഇവരുടെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് എന്തോ സംസാരിക്കാനുള്ള ഒരു സ്പേസ് തന്നിട്ടാണല്ലോ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് ഇതിനകത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ദിയാസാന പ്രൊഫൈലാണ് വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം വരുന്ന സാമൂഹ്യ പ്രവർത്തക, ആക്ടിവിസ്റ്റ്, ആങ്കർ, അങ്ങനെ ആക്ടിവിസ്റ്റ് എന്നാണ് ആദ്യം കയറി വരുന്നത്. തീർച്ചയായിട്ടും സാമൂഹ്യ പ്രവർത്തക എന്ന രീതിയിലാണ് വരുന്നത്. പക്ഷെ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളും വായിൽ നിന്ന് വരുന്ന വർത്താനങ്ങളും ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ ഒരു ആക്ടിവിസ്റ്റ് ആക്കുന്നത്? ഇതൊക്കെയാണോ ആക്ടിവിസ്റ്റിന്റെ എക്സാമ്പിൾ? ഇത് ഒന്ന് നമ്മളെ നിർണ്ണയിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ ഇരുന്നിട്ട് എനിക്ക് മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുക, എനിക്ക് അത് ഇഷ്ടമില്ല. പണ്ട് മുതലേ ഈ സമൂഹമാണ് നമ്മളൊക്കെ ഇരുന്ന് മാർക്കിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവൾ അങ്ങനെയാണ്, ഇവൾ ഇങ്ങനെയാണ്, ഇവൾ അതാണ്, ഇതാ. അതേപോലത്തെ സമൂഹത്തിനകത്തിരിക്കുന്ന എമ്പുരാൻ പോലുള്ള മലയാള സിനിമകളല്ല റീസെൻസർ ചെയ്യേണ്ടത്. ശരിക്കും അതെ, റീസെൻസ് ചെയ്യണം, തീർച്ചയായിട്ടും സെൻസർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. കാരണം ഫേസ്ബുക്കും എന്ത് വൃത്തിയോടും ഫിൽട്ടർ ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കും. കുഞ്ഞുങ്ങൾ എന്റെ അക്കൗണ്ട് ബാൻഡാ, അതാ സ്വാഭാവികമായിട്ടും അതിനകത്ത് അൽഗോരിതത്തിന് പല പല സ്റ്റാൻഡുകളുണ്ട്. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം. അത് അൽഗോരിതത്തിന്റെ കുഴപ്പമില്ല, നിങ്ങളുടെ നാക്കിന്റെ കുഴപ്പം. എന്റെ നാക്കിന് ഒരു പ്രശ്നമില്ല. എന്റെ നാക്ക് എന്റെ നെഗറ്റിവിറ്റി അല്ലേ ഫീൽ ചെയ്യുന്നത്? എനിക്ക് അറിയത്തില്ല. അത് എന്റെ ചുറ്റിൽ നിൽക്കുന്ന അറിയണമല്ലോ, തീർച്ചയായിട്ടും അറിയണം. സാമൂഹികമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരു വീട്ടമ്മയല്ല, സാമൂഹികമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് യു ഷുഡ് നോ ആൾക്കാർ എങ്ങനെയാണ് എന്നെ വിലയിരുത്തുന്നത് എന്നുള്ളത് ഞാൻ തീരുമാനിക്കാൻ. ഞാൻ ആൾക്കാരെ നീ ചോദിച്ചതിന് എനിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള സമയം എന്താ? നിങ്ങൾ എന്തിന്റെ ബ്രാൻഡ് അംബാസഡർ? ശരിക്കും ഒന്നിന്റെ അല്ല, ഞാൻ ഒരു ദിയാസന, ഒരു പാവം. നെഗറ്റിവിറ്റിയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് ഞാൻ പറഞ്ഞാൽ അത് അല്ലെന്ന് പറയൂ? ആയിക്കോട്ടെടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ മറ്റേ രേണുസുധിയുടെ വിഷയത്തിനകത്ത് ചെന്നിട്ട് നിങ്ങൾ അതല്ലേ ഇതല്ലേ എന്ന് ചോദിച്ചു, നീ സമാധാനോടെ അടയിരുന്നു. ഇത് രേണുസുധി അല്ല, ഇത് ദിയാസന. രേണുസുധിയോടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഒരു കാലത്ത്. നീ സമാധാനോടെ, നിനക്ക് എന്തിനാണോ തോന്നുന്നത്? ഞാൻ ഇതുവരെയും ഒരാളിനെ പോയിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ വിലയിരുത്തണം, എന്നെ ഇങ്ങനെ കാണണം, നിങ്ങൾ ഇങ്ങനെ കാണാതിരിക്കരുത് എന്ന് പറയാറില്ല. കാരണം ആളുകൾ എന്താണ് സെൻസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എന്റെ ആറ്റിറ്റ്യൂഡ്, എന്റെ പേഴ്സണാലിറ്റിയാണ് എന്നെ വിലയിരുത്തുന്നത്. അതിനകത്ത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ യെസ്, ഓഫ് കോഴ്സ്, അത് അവിടെ ഇരുന്നോട്ടെ. ആ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ പോസിറ്റീവ്, എന്റെ ചുറ്റിലുള്ള മനുഷ്യർക്ക് ഞാൻ പോസിറ്റീവാണ്. നിങ്ങൾ ചോദിച്ചത് എൻ്റെ അടുത്ത് ആ ചോദ്യമാണ്. എന്റെ ചുറ്റിലുള്ള മനുഷ്യർക്ക്, എന്റെ സുഹൃത്തുക്കൾക്ക്, എന്നെ മനസ്സിലാകുന്നവർക്ക്, എന്നെ അറിയുന്നവർക്ക്, ഞാൻ നോക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഞാൻ പോസിറ്റീവാ. ഞാൻ ദിയാസാനെ കുറിച്ചൊരു ചോദിക്കും, എന്തിനാണ് ആ പാവപ്പെട്ട ഇന്റർവ്യൂ കഴിഞ്ഞു പോയ ആ രേണുസുധിയൊക്കെ ഇതിനകത്ത് വലിച്ചിടുന്നത്? എന്നെ തടയാൻ എല്ലാവരും എനിക്ക് ഒരുപോലെ ഞാൻ അതുപോലെ പുലിയാണ്. നിങ്ങൾ നല്ല രീതിയിൽ ഇന്റർവ്യൂ ഉണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് പോസിറ്റിവിറ്റി ആയിക്കോട്ടെ. പിന്നെന്താണ് ഞാൻ അവരെ ആക്രമിച്ചത്? സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം. സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കില്ല. വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അവരൊരു പാവ സ്ത്രീയാണ്, അവർ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ്. സ്വാഭാവികമായിട്ട് തീരുമാനം ഉണ്ടാക്കിയിട്ട് ഹോട്ട് സീറ്റ് മുന്നോട്ട് കൊണ്ടുപോയി. ഇതൊരു 3-4 വട്ടം ആയാലും ശാരിക നീ ഒന്ന് അടങ്ങ്. ഞാൻ അടങ്ങത്തില്ല. എന്നെ അവഹേളിക്കുന്നില്ല. ഞാനൊരു ആങ്കറാന്ന് ചെന്നും പറയാനാണോ? എന്തിനാ ഞാൻ അവഹേളിക്കുന്നത്? പിന്നെ ഹോട്ട് സീറ്റിൽ രേണുസുധിയോട് നിങ്ങൾ ഹോട്ട് സീറ്റിലാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഹോട്ട് സീറ്റ് നല്ല പേടിയുണ്ട്. ബട്ട് രേണുസുധി ഈസ് എ ബ്രില്യന്റ് ആൻഡ് ബ്രേവ് ലേഡി. നിങ്ങൾക്ക് അതില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത്. രേണുസുധിയോട് അത്രയും ഇല്ല കേട്ടോ. ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല രേണുസുധിയോട് ഞാൻ മോശം ചോദിച്ചെന്ന്. ഈ നാട്ടുകാർ മുഴുവനാ പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന കമന്റോളികൾ. അല്ലാതെ ഒരിക്കലും കണ്ട നിങ്ങളെ പോലുള്ള കഥ അറിയാത്ത പൊട്ടന്മാരെന്ന് ഞാൻ പറയും. കണ്ട ഇന്റർവ്യൂലാണ് ഞാൻ മോശമായിട്ട് പെരുമാറുകയാണ് പറയേണ്ടത്, രേണുസുധി അല്ല. ഹൗ ക്യാൻ യു മേക്ക് ഇറ്റ് ദാറ്റ് കമന്റ്? നിങ്ങൾ അത് അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്ത് ചെയ്തോണ്ടിരിക്കുന്നത്? എന്റെ പ്രൊഫഷനാണ് ഇവിടെ അവഹേളിക്കുന്നത്. നിങ്ങളുടെ ഷോ ഡയറക്ടർ എവിടെ? ഷോ ഡയറക്ടർ ഇത്രയും ആങ്കർ അവഹേളിക്കുന്ന ഒരു ഗസ്റ്റ് ഓഫ് വരുന്ന ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കാര്യം ചോദിക്കട്ടെ ശാരിക, ഇത് ആരെയാണ് പേടിപ്പിക്കുന്നത്? ശാരിക പേടിയുണ്ടോ? എല്ലാ പ്രാവശ്യവും വന്നിരുന്നിട്ട് ഇങ്ങനെ ആരെയാ പേടിപ്പിക്കുന്നത്? ഞാൻ ചോദിച്ചത് ഈ വന്നിരിക്കുന്ന ഗസ്റ്റുകളൊക്കെ ശാരിക ചെയ്യുന്ന ആക്ടിവിറ്റിയെ കൊണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് പ്രോഗ്രാമിൽ ഇറങ്ങിപ്പോയിട്ടുണ്ടോ? എനിക്കറിയത്തില്ല പ്രോഗ്രാം. പിന്നെ എന്ത് നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇനി ഇടി ഇട്ടിട്ടുണ്ടോ, കുനിച്ചീർത്തിട്ട് അടിച്ചിട്ടുണ്ടോ, ആളുകൾ ഇവിടുത്തെ ഡയറക്ടർ അടിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയാം. എന്തായാലും ഒരു പാവപ്പെട്ട ആങ്കറെ ഇറങ്ങിപ്പോയത് നിങ്ങൾ മാത്രമേ ചരിത്രത്തിൽ നിങ്ങൾ മാത്രമേ ഇറങ്ങിപ്പോയുള്ളൂ. എന്തായാലും ഒന്ന് കഴിയട്ടെ. കാരണം നമ്മൾ കമ്മിറ്റ്മെന്റ് ചെയ്ത ഒരു പണിക്കാണല്ലോ ഇപ്പൊ ഇരിക്കുന്നത്. ഇതൊന്ന് കഴിയട്ടെ. പറ
ലൈറ്റ് ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് പോയത് നിങ്ങളാണ് അല്ല, വിഷയത്തിൽ തന്നെ മാറാതിരിക്കും. നിങ്ങളിപ്പോ പറഞ്ഞത് ഞാൻ അവരെ ആക്രമിക്കുന്നു, അപ്പൊ നിങ്ങളെ ഞാൻ ആക്രമിക്കുന്നതാണോ നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം? ധൈര്യം ഇല്ലെങ്കിൽ ഹോട്ട് സീറ്റിൽ വരുന്നതായിരുന്നു. നിങ്ങൾ ഷോ ഡയറക്ടറോട് പറയണമായിരുന്നു എനിക്ക് പേടിയാണ്, ഹോട്ട് സീറ്റ് ആങ്കറെ പേടിയാണെന്ന്. പേടിയില്ല, ധൈര്യശാലിയാണെന്ന് പറയുന്നു, എന്നിട്ടിരുന്ന് പറയുന്നു ഞാൻ ആക്രമിക്കുന്നു. എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾക്ക് നിലപാടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഈ കുറെ നേരമായിട്ട് ഈ നിലപാട്, എന്റെ ആക്ടിവിസം, ഞാൻ ചെയ്യുന്ന ആക്ടിങ്, ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ, ഇതെല്ലാ സാധനത്തിനെയും ഇപ്പം ശാരിക കണക്ട് ചെയ്താ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഒരു സർക്കിളിലാണ് കൊണ്ടുവന്നത്, ഇതൊന്നും ഒന്നല്ല. ഓക്കെ, നമുക്ക് ഇതെല്ലാം നിർത്താം. ഹോട്ട് സീറ്റിനെ മറന്നേക്കും. നമുക്ക് സ്നേഹത്തോടെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ചൂടുള്ള സീറ്റാണ്. അതെ, നന്നായിട്ട് വറക്കുന്ന സീറ്റാണ്. അവിടെ നിന്ന് ആരും ഒന്ന് പൊരി. ഓക്കെ ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് ആ ഹോട്ട് സീറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് എന്റെ പൊരിച്ചിലൊക്കെ മാറ്റിട്ട് വിടാം കേട്ടോ. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് സമാധാനപരമായിട്ടുള്ളൊരു കാര്യങ്ങൾ സംസാരിക്കാം. അതിനു മുമ്പ് എനിക്ക് താങ്കളെ ഒന്ന് ഹഗ് ചെയ്യണമെന്നുണ്ട്, അതിന് സിമ്പിൾ ആയിട്ട്. തീർച്ചയായിട്ടും കാര്യമായിട്ട് ഹഗ് ചെയ്യൂ. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപേക്ഷയാണ്, സ്നേഹത്തോടെ പറയണം. താങ്കൾക്കൊരു മോനുള്ളതല്ല. അതെ, ദയവ് ചെയ്ത് ഈ തെരുവിൽ നിർത്തണം. ഇല്ല, ഇതൊക്കെ തന്നെ നിങ്ങളുടെ കുഴപ്പം. നിങ്ങളോട് പറഞ്ഞിട്ടോ ഒരു കാര്യം. ഈ ഹഗ് തന്നതിന്റെ പുന്നാമ്പുറത്തെ കഥ ഇതാണോ? പിന്നാമ്പുറത്തെ കഥയൊന്നുമല്ല. ഞാൻ വളരെ നിങ്ങളൊരു സാമൂഹ്യ പ്രവർത്തകയും ആക്ടിവിസ്റ്റും ഒക്കെ ഘോഷിക്കുന്നതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ശാരികയോട് ഞാൻ ഇപ്പോഴും പറയാണ്, ശാരിക, ഞാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ 24 മണിക്കൂറും തെറിവിളിച്ച് നടക്കുന്ന ഒരാളല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോഴും ഞാൻ ഇത്രയും നേരം ഇരുന്ന് ചെയ്ത ഇന്റർവ്യൂവിൻ്റെയിലും ബേസ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഞാൻ ഒരു തെറിവിളിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്താണ്. ആക്ച്വലി ഞാൻ പറഞ്ഞത് ഡിഫൻസിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന രീതിയിലാണ്. എനിക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അപ്പം എന്ത് ആയുധമാണോ കിട്ടുന്നത്, ഈ സാധനം ഞാൻ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ എൻ്റെ നേർക്ക് വരുന്നത് ഭയങ്കരമായിട്ടുള്ള ആക്രമണങ്ങളായിരുന്നു, ചിലപ്പോൾ എനിക്ക് തെറി വിളിക്കാനായിരിക്കും അപ്പോൾ റിയാക്ഷൻ തോന്നുക. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചുറ്റിലും ഞാൻ ആളുകളെ കൊണ്ടല്ല നടക്കുന്നത്. ചിലപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യുന്നത് അത് ഡിഫൻസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും, എന്റെ ശാരീരികമായിട്ടുള്ള റിയാക്ഷൻ. അല്ലാതെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ ഇത് ചെയ്യുന്നില്ല. അല്ല, നമുക്ക് നമ്മുടെ ഷോ ഡയറക്ടറോട് ചോദിക്കാം. ഒരു വക്കീലിനെ വിളിച്ചിട്ട് ഏത് ആൾക്കാർക്കാണ് പ്രതിരോധത്തിന് വേണ്ടി തെറി വിളിക്കാൻ, ഡിഫൻസ് എന്ന മെത്തേഡ് പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറയുന്നത്? വിളിച്ചുകൂടാ. തീർച്ചയായിട്ടും വിളിക്കണം. വിളിച്ചുകൂടാ, ഞാൻ പറയണത് വിളിച്ചുകൂടാന്ന്. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ വിളിക്കാം, സ്വയം അറിയാപ്പോ 100% അറിയാം. അപ്പൊ ദിയാസനയുടെ നിയമങ്ങളാണ് 100%. അതെ, എനിക്ക് കാരണം ചില സാഹചര്യങ്ങൾ കാട്ടിലും പോയി ജീവിക്കേണ്ടി വരും. അല്ലാതെ എനിക്ക് കാട്ടിലൊന്നും പോയി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയണത് എനിക്ക് സാഹചര്യങ്ങൾ എന്നെ കൊണ്ട് എത്തിക്കുന്ന ചില സിറ്റുവേഷനുകൾ ഉണ്ട് മനുഷ്യനെ. നിങ്ങൾ നിങ്ങളുടെ സത്യത്തെ മറക്കുന്നു. നിങ്ങൾ സമൂഹം, ഞാൻ പറയട്ടെ, ഈ ആക്രമണ മനോഭാവങ്ങള് അല്ലെങ്കിൽ തെറി വിളിക്കുക അല്ലെന്നുണ്ടെങ്കിൽ മാത്രം പബ്ലിഷ് ചെയ്യുക, ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് ഒന്നും അല്ല. പിന്നെ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റികൾ, നിങ്ങളിപ്പോ ഈ പറഞ്ഞ തെറിവിളി ആയിക്കോട്ടെ അല്ലെങ്കിൽ അടിക്കുന്നതായിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഒരാൾക്കും മെസ്സേജ് ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനമല്ല. മെസ്സേജ് കൊടുക്കുന്നു എന്നല്ല പറഞ്ഞത്. നിങ്ങൾ വീടിനകത്ത് കഥകടച്ചിട്ടിരുന്ന് കാണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലി സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലോ ഇരുന്നുകൊണ്ട് നിങ്ങൾ തെറി വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ചീത്ത വിളിക്കുമ്പോൾ അത് സമൂഹം കേൾക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ മുതിർന്ന ആൾക്കാർ മാത്രമല്ല കുട്ടികളുണ്ട്. സൈബർ അടുത്ത മാത്രമല്ല കേട്ടോ വിഷയങ്ങള്, സൈബർ മാത്രമല്ല വിഷയങ്ങൾ. പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരിട്ട് വരുന്ന ആക്രമണങ്ങളുണ്ട് നമുക്കെതിരെ. സംസാരിക്കാറില്ലല്ലോ, ഓൺലൈനിൽ അതാണ് നിങ്ങൾ കേൾക്കുന്നത്, കണ്ടിട്ടുള്ളത്. അത് തന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പൊതുസമൂഹത്തിൽ ഇരുന്നാൽ കൂടുതൽ 50, 100, 500 പേര് കേൾക്കും പോലും. മറിച്ച് ഓൺലൈനിൽ ഇരുന്ന് പറയുമ്പോൾ 50,000, 100 കോടിയും കഴിഞ്ഞു പോകും. കാരണം എവിടൊക്കെ മലയാളം അത് കേൾക്കും, അവിടൊക്കെ കുട്ടികളുണ്ട്. അവർ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്നത് റിയാസനയല്ലേ, ഇവര് സോഷ്യൽ എണീറ്റിട്ട് ഈ ലൈവ് എടുത്ത് വെച്ചിട്ട് രാവിലെ ആളായിട്ടാണോ? അങ്ങനെയാണ് മിക്കപ്പോഴും നമുക്കൊക്കെ FB എടുത്ത് എന്ത് പ്രവൃത്തി ചെയ്താലും പറയാൻ പറ്റാത്ത ഭാഷകൾ നിങ്ങൾ സംസാരിക്കും. ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങൾ. പ്രതികരണം അതിനർത്ഥം മോശമായ വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണോ? ഉപയോഗിക്കുന്നത് എന്റെ നേർക്ക് വരുന്ന വിഷയങ്ങളിലാണ് ശാരിക. അത് തന്നെയാണ് നേരത്തെ ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഒരുപാട് വട്ടം പറഞ്ഞു നിങ്ങളോട്, ഞാനിത് പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഞാൻ ഇതിനെ എന്റർടൈൻ ചെയ്യുന്നില്ല ഒരു കാരണവശാലും. പക്ഷെ എന്റെ നേർക്ക് വരുമ്പോൾ ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അതിന് എന്താണ്? സ്ത്രീകളൊക്കെ തെറിക്കാളായിരിക്കുമല്ലോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആരെങ്കിലും തൊടുമ്പോ നിങ്ങൾ അത് വാങ്ങിച്ചോണ്ടിരുന്നു.
എന്നെ ഒരാൾ തൊടുകയോ ഞാൻ പക്ഷെ കാണുകയാണെന്നുണ്ടെങ്കിൽ അയാളെ പിടിച്ചു മാറ്റും കേട്ടോ. ഞാൻ തൊടുകയോ പിടിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നീതിന്യായ വ്യവസ്ഥയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ വ്യവസ്ഥകൾ നിങ്ങൾ പറയുന്നത് അതിൽ വിശ്വാസം ഉണ്ടെന്ന്. ഇവിടുത്തെ നിങ്ങൾ തെറിവിളിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒപ്പം അവർ നിൽക്കുക? ഇവിടുത്തെ വ്യവസ്ഥകൾ, ഞാൻ സൈബർ ഇടത്തെ വിഷയങ്ങളിൽ മേൽ കേസ് കൊടുത്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഇവിടുത്തെ സ്ത്രീകളിൽ ഒരു ബഹുഭൂരിപക്ഷം സ്ത്രീകളുടെ കേസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ കേസുകൾ കൊടുത്തിട്ടുള്ള ഒരാളായിരിക്കും ഞാൻ. അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കാരണം ഞാൻ പല ഇടങ്ങളിൽ ഞാൻ ഇങ്ങനെ സൈബർ കേസുകൾ കൊടുത്ത് തഴമ്പിച്ച് മരവിച്ച് ഫൈനലി എനിക്ക് നേരെ വരുന്ന കാര്യത്തിൽ എന്റെ ഗതികേട് കൊണ്ടുള്ള റിയാക്ഷൻസ് ആണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ഇപ്പം ശാരിക ഇവിടെ ഇരുന്ന് ഇത്രയും നേരം സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു സാധനത്തെ പറ്റി ഞാൻ പറയട്ടെ. രാവിലെ എണീറ്റിരുന്ന് 24 മണിക്കൂർ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സമൂഹത്തിന്റെ കാഴ്ചപ്പാട് അവിടെ വരച്ചോണ്ടിരുന്നോട്ടെ. ഞാൻ എന്നെ പറ്റിയിട്ടാണ് പറയുന്നത്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ വരണോ, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് സമൂഹത്തോട് സാമൂഹ്യ പ്രവർത്തകയാണ്. ആ പണികൾ ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊരു ബിഹേവിയർ തെറാപ്പി ഇല്ലേ? അതിനൊരു ബിഹേവിയർ ഇല്ലേ? ഇല്ല, എന്റെ നേർക്ക് വരുന്ന സാധനത്തിനെ ഇപ്പോഴും പറയുന്നുള്ളൂ. ഞാൻ മറ്റൊരാളിന്റെ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഏത് അണ്ടനെ അടകോടനെ പിടിച്ചിരുത്താവുന്ന ഒരു ചെയറിലാണോ നിങ്ങൾ ഇരിക്കുന്നത്? അല്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങൾ ഇരിക്കുന്ന ചെയറിനെ കുറിച്ച് നിങ്ങളിനി അണ്ടനെ പിടിച്ചിരുത്തിയിരുത്തോ, അടകോടനെ പിടിച്ചിരുത്തിയിരുന്നോ, ഷണ്ടനെ പിടിച്ചിരുത്തിയിരുന്നോ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ ഈ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ട്. അതിൽ നിങ്ങൾ എന്നെ എങ്ങനെ സെൻസ് ചെയ്താലും പ്രശ്നമില്ല. ഈ വൈകല്യങ്ങൾ ഉപമിപ്പിച്ചോ മറ്റു നിങ്ങളുടെ വർക്കുകൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്നല്ലേ പറയുന്നത്? അപ്പൊ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്നു എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തൊരു 5 കാര്യങ്ങളൊന്നും പറഞ്ഞേ കേൾക്കട്ടെ. എനിക്ക് ശാരികനെ ബോധിപ്പിക്കാൻ സൗകര്യമില്ല. എന്റെ ആക്ടിവിസത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല. നിങ്ങളൊരു സ്ത്രീയാണ്, പ്രത്യേകിച്ച് നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് സീരിയസ്ലി പറയട്ടെ. എന്റെ പണികൾ നീ എന്ത് ചെയ്തു? നീ ചെയ്ത 5 കാര്യങ്ങൾ ഞാൻ എന്താണ് 6 കാര്യങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായി നിങ്ങൾ ചെയ്ത 5 കാര്യങ്ങൾ അങ്ങനെയൊക്കെ അറിയാന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ ഇരുന്നിട്ട് നീ എന്റെ അടുത്ത് സംസാരിച്ചു. എന്നെ പറ്റി മനസ്സിലാക്കിയിട്ടാണ് ചെയ്തിട്ടില്ല. എന്നെ പറ്റി ഒരു ചുക്ക് അറിയാതെ നീ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്തിനാ? നിങ്ങൾ എന്നെ പറ്റി ഇരുന്ന ഒരു ചുക്ക് അറിയാതെ ശേഷിയില്ല, ധൈര്യമില്ല. അത് പിടിച്ചോണ്ടൊന്ന് ഇരുത്തിയിരിക്കണം. നിനക്കൊക്കെ എന്തിന്റെ കേടാടാ? ആളിനെ കൊണ്ടുവന്ന് ഇരുത്തുമ്പോ ആളെന്താണെന്ന് സ്വയം വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും. ഇതൊന്നും ആയിരുന്നില്ല എന്റെ ചിന്ത. പക്ഷെ നിങ്ങൾ കണ്ടതിലും വലിയ സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. സൈസ് കൂടുതലല്ല. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ പെരുമാറ്റം ഒന്നും നോർമലി ഒരു ആങ്കർക്ക്, അത് ലേഡിയോ ആയിക്കോട്ടെ പുരുഷനും ആയിക്കോട്ടെ, ആദ്യം വന്നൊരു മെയിൻ അയാളെ അടിച്ചു പുറത്ത്, അയാളെ അടിച്ചില്ലെന്നേ ഉള്ളൂ. അമ്പർല അവർ എറിഞ്ഞു കളഞ്ഞു. ഇനിയിപ്പോ TV ആയിരിക്കും എന്റെ തല എറിഞ്ഞു പൊട്ടിക്കാൻ പോകുന്നത്. അപ്പൊ പുരുഷനെ പറ്റത്തില്ല, സ്ത്രീയെ പറ്റത്തില്ല. പിന്നെ ആരെ പറ്റും? ഏത് ടൈപ്പ് ഓഫ് ആങ്കറെ വേണം? മൃഗങ്ങളെ കൊണ്ടിരുത്താൻ പറ്റും. കാര്യമായിട്ട് പ്രശ്നമുണ്ട് കേട്ടോ. ഈ കൊച്ചിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയാ നേരെ കൊണ്ടുപോവാം. ഇത് കുറച്ചു നാളായി തുടങ്ങി. ഇത് മൈൽ സ്റ്റോണിന്റെ മാത്രം പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇരുത്തി അപമാനിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നെ കുറെ അപമാനിച്ച് ഞാൻ കേട്ടോണ്ടാണ് ഇരിക്കുന്നത്. പ്രശ്നമൊന്നുമില്ല എനിക്ക്. എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഡയറക്ടറിനോട് ഞാൻ പറയണാണ്, നീ അടങ്ങിയിരിക്കും, കുറച്ചേരം അടങ്ങ്. ഞാൻ ഇപ്പൊ നോക്കിയപ്പോ ശരിയാക്കി. ഞാൻ നോക്കിയോ, കൊണ്ടുവന്നത് എന്തിനാ ഇത്? ആളിനെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കണ ആൾ ആരാണ്? ആണാണ് ഇരുന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആളിനോട് എന്താ നിങ്ങൾ ചെയ്തതെന്ന് നാട്ടുകാർക്ക് കൂടെ അറിയാം. ഇവിടെ ഇരുന്ന മെയിൻ ആങ്കറോട് എന്താ നിങ്ങൾ ചെയ്തതെന്ന് ഉമ്മ കൊടുത്ത് സ്നേഹത്തോടെ ആ മനുഷ്യനെ ചക്കി ചളുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ഉമ്മ കൊടുത്ത് വിട്ടു. പാവം, അതെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആ ടൈപ്പല്ല. എനിക്ക് ഉമ്മയും വേണ്ട നിങ്ങളുടെ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ പഠിക്കും. ഞാൻ തിരിഞ്ഞു നിൽക്കാം. അതായത് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് നിങ്ങൾ ചെയ്ത 5 നന്മകൾ, 5 സാമൂഹ്യ പ്രവർത്തനങ്ങളൊന്നും പറഞ്ഞാട്ടെ. ഞാൻ തിരിഞ്ഞു നിൽക്കാം. തിരിഞ്ഞു നിൽക്കുക, എന്നിട്ട് പറയൂ. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. ബാക്കി നിങ്ങളുടെ പ്രകടനം കഴിഞ്ഞു. എങ്ങനെ സാധിക്കും ഇങ്ങനെ ബിഹേവ് ചെയ്യാനായിട്ട്? നിങ്ങളൊരു ചാനലിൽ വർണ്ണിച്ചേടി. എന്ത് വർണ്ണിക്കാൻ? രസമുണ്ട്, നല്ല കുട്ടി. പണ്ട് വിജെപി നേരം ഒരു വ്യക്തിയെ തല്ലിയിട്ട് നിങ്ങൾ ഒളിവിൽ പോയിട്ടില്ല. ഞാൻ എന്റെ വീട്ടിനകത്താ കിടന്നത്. കേസ് ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഒരിക്കലും അല്ല. ഭീരു ആയതുകൊണ്ടാണോ നമുക്ക് റിയാക്ഷൻ വരുന്നത്? നിങ്ങൾ ഒളിവിൽ പോയെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഒരിക്കലും ഒളിവിൽ പോയിട്ടില്ല. ഞാൻ എന്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ബിഗ് ബോസിൽ ചെല്ലപ്പേരുണ്ടായിരുന്നല്ലോ, ഒരു കുത്തിത്തിരിപ്പുകാരി എന്നുള്ള ഒരു ടാഗ് ലൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ. കുത്തിത്തിരിപ്പുകാരി അങ്ങനെയൊന്നും എനിക്കൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നില്ല. 2018 കഴിഞ്ഞ ബിഗ് ബോസിന് നീ എനിക്ക് പുതിയ പേര് തരണം, നീ വെച്ചോ. നിങ്ങൾ ബിഗ് ബോസ് താരമൊന്നല്ലേ? 2018 ശേഷമാണല്ലോ നിങ്ങൾ കൂടുതൽ ആൾക്കാർ അറിയുന്നത്. അതെ, തീർച്ചയായിട്ടും. അത് പിന്നെ അങ്ങനെ പറയാമോ? അത് കറക്റ്റാ.
പറയാം. ഭൂരിഭാഗം കണ്ടസ്റ്റന്റ് മനസ്സിൽ നിങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നത് നിങ്ങളൊരു കുത്തിത്തിരിപ്പുകാരിയാണെന്നാണ്. എനിക്ക് അങ്ങനെ ഒരു ടാഗ് ലൈനും കൂടെ നിങ്ങൾ സഹായ മനസ്കരമായിട്ട് ചെന്നിട്ട് കുത്തിത്തിരിപ്പുകാരിട്ടാ. നിങ്ങൾ പല പേരുകളും വീഴും. കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇരട്ട മുഖമുണ്ട്, നിങ്ങളുടെ മുഴുവൻ മാസ്ക് ആണ്. എനിക്ക് എത്ര മുഖങ്ങൾ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഞാനാണ് എന്നെ വിലയിരുത്തുന്നത് ശാരിക, നിങ്ങൾ ആരുമല്ല എന്നെ വിലയിരുത്തുന്നത്. സമൂഹം ട്രൂ അഹങ്കാരിയുടെ മുഖമാണ്. തീർച്ചയായും ഒരു സാമൂഹ്യ പ്രവർത്തന പേര് എനിക്ക് ചേരില്ല. വേണ്ട, നിങ്ങൾക്ക് എനിക്ക് ശാരിക തരണ്ട. ഞാൻ തരുന്നില്ല. ഞാനല്ല, എന്റെ പേഴ്സണൽ ക്വസ്റ്റ്യൻ അല്ല. ഞാൻ മേക്കേഴ്സിന്റെ പേഴ്സണൽ ക്വസ്റ്റ്യനുകളും ശാരിക ഹോട്ട് സീറ്റിൽ വന്നിരുന്ന് സംസാരിക്കുന്നതൊക്കെ ഇവിടത്തെ മാത്രം സർക്കിളിൽ പെട്ടതായിട്ട് വിശ്വസിക്കാനേ എനിക്ക് താല്പര്യമുള്ളൂ. ഇതുപോലെ ഡെയിലി കിട്ടി. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കൂ. നിങ്ങൾ ഇരുന്ന് ലൈവിലിരുന്നും ഫേസ്ബുക്കിലൊക്കെ അതാണ് പ്രശ്നം. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവിന്റെയോ സാമൂഹ്യ നന്മയുടെ ഒക്കെ വേഷം അടിച്ചിട്ട് നിങ്ങളുടെ പണിക്ക് പോകണം. എനിക്ക് ആ വേഷമൊന്നും കിട്ടിയിട്ടൊന്നുമല്ല നടക്കുന്നത്. സമൂഹത്തെ കുറിച്ച് പറഞ്ഞ എന്തൊരു പുച്ഛം നിങ്ങൾക്ക് മുഖത്ത്. എടാ, എനിക്ക് സമൂഹം തരുന്നത് അങ്ങനെയാണ്. ഒരു നിങ്ങളെ സമൂഹം പുച്ഛിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? എനിക്കറിയില്ല. എന്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് ശരിയുണ്ട്. ഞാൻ ആരെയും ബേസ് ചെയ്തിട്ടോ ഒരാൾ എനിക്ക് നന്മ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടോ ഒരാൾ എനിക്ക് എല്ലാം സാധിച്ചു തരുമെന്ന് വിചാരിച്ചിട്ടോ അല്ല ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് സമൂഹം ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് സമൂഹത്തിൽ കട്ട വെറുപ്പ്. അതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചത്? ഞാൻ സമൂഹത്തിനോട് പൂർണ്ണമായിട്ടും വെറുപ്പാണ്, പുച്ഛമാണ്, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ പറഞ്ഞല്ലോ. ഇല്ലല്ല, ഞാൻ സമൂഹത്തിനെ എന്റെ സമൂഹത്തിനെയോ ഈ പരിസ്ഥിതിയെയോ എന്നെ കൊണ്ടുവന്ന് ഒരു ഇതിനകത്ത് വെച്ചിട്ട് നീ ഇങ്ങനെ ആവണം എന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഞാൻ എന്ത് വിശ്വസിക്കണം എന്നുള്ളത്, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങളാണ് പറയുന്നത് സമൂഹത്തിലുള്ളവർക്ക് നിങ്ങളെ ഇഷ്ടമില്ല, എന്നാ പിന്നെ ഇഷ്ടമില്ല എന്ന് എനിക്ക് പറയാൻ തോന്നുന്നത്. ദിയാസന ഏറ്റവും അവസാനമായിട്ട് ഇമോഷണൽ ആയത് കരഞ്ഞത് എന്നാണ്? നിങ്ങൾ കരയാറുണ്ടോ? എന്റെ വാപ്പ മരിച്ച സമയത്ത്. ഓക്കെ. ഞാൻ ഏറ്റവും കൂടുതലായിട്ട് അവസാന നിമിഷം എന്നല്ല, എൻ്റെ ലൈഫിലെ ഇത്രയും വലിയൊരു ഇമോഷൻ ഉണ്ടാവും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായത് ഒരു 3 മാസം മുമ്പ് എൻ്റെ ഫാദർ മരിച്ചു. ദയവ് ചെയ്ത് സാമൂഹ്യ പ്രവർത്തക എന്ന ടാഗ് ലൈൻ ഇരുന്നുകൊണ്ട് തെറിവിളി നിർത്തുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുവാണ്. വേണ്ട, തുടങ്ങിക്കോ. എന്ത് പ്രശ്നമൊന്നുമില്ല. എന്ത് പ്രശ്നം? വൈൻഡപ്പ് ചെയ്യണ്ട. കാരണം ഞാൻ ഇത് അവസാനിപ്പിക്കാൻ പോണില്ല. തെറിവിളി നിർത്തത്തില്ല. ഇല്ല, എന്റെ നേർക്ക് വരുന്നതിന് ഞാൻ തിരിച്ച് ഡിഫൻസ് അനുഭവിച്ചോ, വരുന്നങ്ങോട്ട് അനുഭവിച്ചോ, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെയല്ലേ? സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന സാധനത്തിന് നിങ്ങൾ ഒരു ദിയാസനയായതുകൊണ്ടല്ല ഈ ഹോട്ട് സീറ്റ് കൊണ്ടിരുത്തിയിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു പ്രൊഫൈൽ കണ്ടിട്ടാണ് ഇവിടുത്തെ ഷോ ഡയറക്ടർ പക്ഷേ നിങ്ങളെ വിളിച്ചിട്ടുണ്ടാകുക. അല്ലെങ്കിൽ നിങ്ങൾ ദിയാസന ഒരു പേഴ്സണൽ വ്യക്തിയാണെങ്കിൽ ഇവിടെ ആർക്കും വേണ്ട. സോ നിങ്ങൾ ഇതൊക്കെ നിർത്തുക. നേർക്ക് വരുന്ന അല്ല, നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ ശാരികനെ ഇന്ന് കുറച്ച് നാളുകൾ, ഒരു 1-2 വർഷമായിട്ടുണ്ടാവും ഞാൻ ശാരികനെ കാണുന്നത്. ഞാൻ ജീവിതത്തിൽ എങ്ങനെയാണ് വളർന്നു വന്നതെന്നും ഇവിടെ എങ്ങനെ ഇത് പൊങ്ങച്ചൊന്നും അല്ലെന്നേ, ജീവിതത്തിന്റെ അനുഭവങ്ങളെ പറ്റി പറയണം. അതായത് കഷ്ടപ്പെട്ട് വന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ തനിമുഖം എന്തായാലും എനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെയൊന്നും അല്ല നിങ്ങളെ കുറിച്ച്. ശരി. ശാരിക എന്തായാലും എന്റെ മുഖത്തിന് ഒരു പുതിയ മുഖം ഉണ്ടാക്കി തന്നതിന് വളരെയധികം പുതിയ മുഖമല്ല, നിങ്ങളുടെ മുഖത്ത് ഞാൻ വലിച്ചു കീറി മാസ്ക് വലിച്ചു. ഒരു കാര്യം ഞാൻ ഫൈനലി പറഞ്ഞുതരാം. എന്റെ നേർക്ക് വരുന്ന ആക്രമണങ്ങളെ ഡയറക്റ്റ് വരുന്നതിനെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് ഞാനാണ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ ഇമോഷൻസ് പോലെ ഇരിക്കും ആ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. എന്റെ ശരീരത്തിന് നേരെ ആക്രമിക്കാൻ ഞാൻ ഒരാളെ വിട്ടുകൊടുക്കില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഡിഫൻസ് ചെയ്യും. ചിലപ്പോൾ ഞാൻ അയാളുടെ ആക്രമണം കൊണ്ടിട്ട് ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഡിഫൻസ് ചെയ്ത് രക്ഷപ്പെടാം. അവിടെ ചിലപ്പോൾ എനിക്ക് ചീത്ത പറയണമെന്നുള്ള രീതിയിലാണ് എന്റെ റിയാക്ഷൻ വരുന്നെങ്കിൽ ഞാൻ അങ്ങനെ നിന്നിട്ട് ഇല്ല 24 മണിക്കൂറും തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. സൈബർ ഇടത്ത് കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്നെ പോലുള്ള സ്ത്രീകൾക്ക് ഇമാതിരി റിയാക്ഷനും വരുത്തേണ്ട കാര്യമില്ല, ഒരു പ്രതികരണം ആക്കേണ്ട കാര്യമില്ല. എന്നെ പോലെ ഒന്നും അല്ല, നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് സൈബർ ഇടത്ത് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ ഇരുന്നിട്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതിനെതിരെ ഒരു നിയമ സംവിധാനം കൃത്യമായിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനെതിരെ ശക്തമായിട്ട് പോകാനും പറ്റിയേനെ. ഈ പറഞ്ഞ ലോ നമുക്ക് കൃത്യമായിട്ട്